മാവൂർ പാടത്ത് വിളഞ്ഞ നെൽകൃഷിക്ക് 100 മേനി വിളവ്. ആഘോഷപൂർവ്വം മാവൂർ പാടത്ത് കൊയ്ത്തുത്സവം നടന്നു. തമിഴ്നാട്ടിൽ നിന്നും ആധുനിക കൊയ്ത്തു യന്ത്രം എത്തിച്ചാണ് നെല്ല് കൊയ്യുന്നത്. 20 ഏക്കറിലധികം സ്ഥലത്താണ് നെല്ല് കൃഷി ചെയ്തത്. 3 ഇനത്തിലുള്ള നെല്ല് മാവൂർ പാടത്ത് കൃഷി ചെയ്തിട്ടുണ്ട്. കൊയ്ത്തുത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി മുനീറത്ത് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം NP അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. മാവൂർ പാടശേഖരത്തിൽ ഏകദേശം 20 ഏക്കറോളം വരുന്ന നെൽകൃഷിയാണ് ഇന്നിവിടെ വിളവെടുപ്പ് ഉത്സവം നടത്തിയത്. അതിൻ്റെ ഫസ്റ്റ് സീസണാണ്. അതായത് മാവൂർ നെൽപ്പാടത്ത് കൃഷി ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സീസൺ മുണ്ടകനിൽ ചെയ്ത 20 ഏക്കർ സ്ഥലത്തിൻ്റെ വിളവെടുപ്പാണ് നടന്നത്. അടുത്ത സീസണിൽ ആയിട്ട് ഏകദേശം 60 ഏക്കറോളം നെൽകൃഷി ചെയ്യുന്ന ഏറ്റവും നല്ലൊരു വലിയ പാടശേഖരം തന്നെയാണ് മാവൂർ പാടശേഖരം. അപ്പോൾ അതിൻ്റെ കമ്പൈൻ ഹാർവസ്റ്ററും വെച്ചിട്ട് 1-1.5 ദിവസം കൊണ്ട് തന്നെ ഏറ്റവും വേഗത്തിൽ ഹാർവസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും നന്നായി ഏകോപിപ്പിച്ച് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പാടശേഖരമാണ്. ഇവിടെ പാടശേഖര സെക്രട്ടറി ആണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും പാടശേഖര അംഗങ്ങളും ഏറ്റവും നന്നായി തന്നെ ഇതിൽ പ്രവർത്തിച്ച് ഏറ്റവും ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് ഇത്രയും മെഷീൻ വേഗം സംഘടിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ഹാർവസ്റ്റ് എത്രയും പെട്ടെന്ന് നടത്താനും സാധിച്ചിട്ടുള്ളത്. മാവൂർ പാടശേഖരത്തിൽ ഇപ്പോൾ 30 ഏക്കർ വിളവ് റെഡിയായി വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നേരെ താഴത്ത് തന്നെ 30 ഏക്കർ ഇപ്പോൾ പൂട്ട് നാട്ടി പോലുള്ള എല്ലാ മേഖലകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഒരു വിളവെടുപ്പ് പരിപാടിയാണ് ഇന്ന് നടന്നത്. ഈ വിളവെടുപ്പ് പരിപാടിയിൽ നമുക്ക് വേണ്ടിയിട്ട് ഉള്ള മിഷന് 2 എണ്ണം തമിഴ്നാട് സേലത്ത് നിന്നിട്ടാണ് എത്തിച്ചത്. ഷമീർ എന്ന് പറയുന്ന ഞങ്ങളുടെ യന്ത്രങ്ങൾ തരുന്ന അതേ കോൺട്രാക്ടർ തന്നെയാണ് ഇപ്രാവശ്യവും ഞങ്ങളെ യന്ത്രങ്ങളൊക്കെ അവിടെ എത്തിച്ചത്. സേലത്ത് നിന്ന് പ്രഭുവും ടീമുമാണ് ഇവിടേക്ക് മിഷനുമായിട്ട് എത്തിയത്. അതുപോലെ തന്നെ 3 രീതിയിലുള്ള നെല്ലുകളാണ് ഇപ്രാവശ്യം ഇവിടെ. രക്തശാലിയുണ്ട്, അതുപോലെ തന്നെ അത് നാമമാത്രമാണ്, കയമ നാമമാത്രമാണ്. അതുപോലുള്ള എല്ലാ കൃഷികളും വ്യാപകമായിട്ടുള്ളത് മട്ടത്രിവേണിയാണ്. കാലം തെറ്റി വന്ന വെയിൽ, മഴ, ഇടി അതൊക്കെ അതിശക്തമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നെല്ല് വിളവായി വരുന്ന സമയത്തുണ്ടാകുന്ന കതിരായതിനു ശേഷം ഉണ്ടാകുന്ന കാട്ടുപന്നി ശല്യം അത് വളരെയേറെ പ്രയാസങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങൾ അതിജീവിച്ചിട്ടാണ് ഈ പ്രാവശ്യം രാത്രി സമയങ്ങളിലൊക്കെ കൃത്യമായി കാവൽ നിന്ന് പടക്കങ്ങൾ പൊട്ടിച്ച് അതുപോലെ തന്നെ ബാൻഡടിച്ച് ഒക്കെ ശബ്ദങ്ങൾ രൂപപ്പെടുത്തി പന്തങ്ങൾ കത്തിച്ച് ഈ കാട്ടുപന്നീനെ ഇവിടുന്ന് അകറ്റിയിട്ടാണ് ഞങ്ങൾക്ക് ഈ നെല്ലിനെ സംരക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞത്. എന്നിട്ട് തന്നെ കർഷകരെ ഒട്ടനവധി നെല്ലുകളാണ് കാട്ടുപന്നി. പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട പാടശേഖര സമിതി ട്രഷറർ NP അഹമ്മദിന് പാടശേഖര സമിതി പ്രസിഡന്റ് സലീം ചെറുതൊടുകയിൽ ഉപഹാരം കൈമാറി. കൃഷി ഓഫീസർ രേണുക കൊല്ലേരി, കൃഷി അസിസ്റ്റന്റുമാരായ MM അമീൻ അസ്ലം, VP ശരണ്യ, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പുലപ്പാടി ഉമ്മർ മാസ്റ്റർ, പാടശേഖര സമിതി സെക്രട്ടറി NA മരക്കാർ ബാവ, വിജയൻ കമ്പളത്ത്, വിജയൻ തോൾക്കുഴി, CK അൻവർ തുടങ്ങിയവർ പങ്കെടുത്തു. ഗോൾഡൻ ഡയമണ്ട്സ്, മാവൂർ, പൂവാട്ടുപറമ്പ്. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.